ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം പെരുമാതുറയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തൃശൂർ നഗരത്തിൽ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വീണതുപോലൊരു മേൽക്കൂര. അതോടെ വലിയ ദുരന്തം ഒഴിവായി പോയത്. ആ സമയത്ത് വലിയ മഴയിൽ ആളുകൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. പക്ഷേ കാരണം വലിയ തിരക്കാണ് എപ്പോഴും ആ ഭാഗത്ത് ഉണ്ടാകാറുള്ളത് എന്നതാണ് അന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന ആളുകളുടെ പ്രതികരണം. പക്ഷേ ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് സമാനമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മേൽക്കൂരയാകെ പെരുമാതുറയിൽ താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ജിബിൻ ജെ ബി സംഭവ സ്ഥലത്തുണ്ട്. ജിബിൻ, ഇത് എപ്പോഴായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്? ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കില്ല എന്ന് പറയുന്നു. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം ശംഖുമുഖത്തിന് സമീപത്തുള്ള ജൂസ റോഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ ഈ മഴ കൂടി ആരംഭിച്ചതോടുകൂടി കടൽക്ഷോഭം ഈ കാണുന്നത് പോലെ തന്നെ അതിരൂക്ഷമായി തുടരുകയാണ്. നമുക്കാണ് ഈ പല വീടുകളുടെയും ബേസ്മെൻ്റ് ഒക്കെ പൂർണ്ണമായും കടലെടുത്ത ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു മേഖലയിൽ മാത്രം, അതായത് ഈ ജൂസ റോഡ് എന്ന് പറയുന്ന അവിടെ നിന്ന് ശംഖുമുഖത്തേക്ക് എത്തുന്ന ആ ഒരു ദൂരത്തിൽ മാത്രം ഏകദേശം 100ഓളം വീടുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കടലെടുത്തിരിക്കുന്നത്. അതിൽ ഈ ഒരു വർഷത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുലിമുട്ട് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, അത് കൃത്യമായി നടക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം നാശനഷ്ടങ്ങൾ വീണ്ടും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ ഈ തകരാൻ പോകുന്ന വീട് കഴിഞ്ഞിട്ട് പിന്നീടും 4 വരി വീടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ടാറിട്ട റോഡ്, അതിനുശേഷമാണ് കടൽ ഭിത്തി ഉണ്ടായിരുന്നത്. അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായി തന്നെ കടലെടുത്തിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത് മുൻപ് ഒരു അംഗനവാടി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ്. അതൊക്കെ തന്നെ പൂർണ്ണമായി 2 കെട്ടിടങ്ങളും അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് അതൊക്കെ പൂർണ്ണമായി കടലെടുക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. ചേട്ടൻ്റെ വീട് ഈ പ്രദേശത്തായിരുന്നു. അത് പൂർണ്ണമായി തന്നെ കടലെടുത്താണ്. ചേട്ടൻ്റെ വീട് ഈ ഒരു പ്രദേശത്തല്ലായിരുന്നു. അത് എപ്പോഴാണ് പോയത്? കിടക്കുന്നതാണ് എൻ്റെ വീട്. അവിടെ എൻ്റെ വീട് പോയി 3 വർഷമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് 1 രൂപ വാടക കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നോക്കാനോ ഒരു കൗൺസിലർ ആവട്ടെ, മന്ത്രിയായിട്ട് MLA ആയിട്ട് അവിടെ നിന്ന് ആരും നമ്മളൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. 1 രൂപ നമുക്ക് സഹായിച്ചിട്ട് പോലും ഇല്ല. നമ്മളിന്ന് വാടക കിട്ടാതെ കടലിൽ പോലും മത്സ്യങ്ങളില്ല. എന്നാലും നമ്മൾ കടങ്ങൾ വാങ്ങിച്ചാണ് വാടക കൊടുത്താണ് നമ്മൾ കിടക്കുന്നത് വീട്ടിൽ. ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടാണ് നമ്മൾ കുടുംബം കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ ഈ കടൽ വീടെടുത്തതിന് ശേഷം എവിടെയാണ് താമസം? എല്ലാവരും നമ്മൾ കുറച്ച് ദിവസം സ്കൂളിലായിരുന്നു. നമ്മുടെ തോപ്പ് സെൻറ്റ് ജോസഫ് സ്കൂളിലായിരുന്നു താമസം. അതിനുശേഷം അവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ മാറിക്കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ മാറിക്കൊടുത്തു. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ പൂർണ്ണമായി തകർന്നതാണ്. എനിക്ക് തോന്നുന്നു ആൾ താമസം ഉണ്ടായിരുന്ന വീടാണല്ലേ ഇത്? ഇപ്പോഴേ 2 ദിവസത്തിനകത്താണ് ഇതെല്ലാം പോയത്. തന്നെ ഇത് ഒന്നും പോകത്തില്ല നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് താഴെ ഇരുന്ന വീടുകൾ 4 വരി വീടുകളൊക്കെ പോയി. അതിനുശേഷം കുറച്ച് കല്ല് അവർ അവിടെ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ അതിനുശേഷം പിന്നെ അതെല്ലാം നിർത്തി വെച്ചു. ഇതിനുശേഷം അതായത് ഈ വീട് ഇപ്പോൾ ഇടുങ്ങി ഏകദേശം പൂർണ്ണമായി ഇടുങ്ങി വീഴാറായ ഒരു അവസ്ഥയിലാണ്. ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു? അധികൃതരോ കൗൺസിലറോ? ഇവിടെ ആരും വന്നില്ല. കൗൺസിലറോ ആരും ഇവിടെ വരുന്നില്ല. കൗൺസിലറെ അറിയിച്ചായിരുന്നു ഈ ഒരു വിഷയം? അറിയിച്ചാലും വരൂല. ഇവിടെ നമ്മൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോഴും കൗൺസിലർ വന്നിട്ടില്ല. ഞങ്ങൾ ഈ തീരപ്രദേശത്തുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം പോയി അവിടെ റോഡിൽ പോയി റോഡ് ബ്ലോക്ക് ചെയ്തതും പോലീസുകാരെ സംസാരിച്ച് അവരൊക്കെ വന്ന് സംസാരിച്ചു കല്ലെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒപ്പിട്ട് പറഞ്ഞ് സംസാരിച്ച് അങ്ങോട്ട് ബ്ലോക്ക് മാറിക്കൊടുത്തത്. ഇതിപ്പോൾ ഈ മഴയും കൂടി ആരംഭിച്ചതോടുകൂടിയാണല്ലേ കടൽക്ഷോഭം ശക്തമായത്? മഴയും കൂടി ആരംഭിച്ചാണ് ഈ കടൽക്ഷോഭം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ 2 പെൺപിള്ളേരുള്ള വീടാണ്. 2 കൊച്ചു പിള്ളേരുള്ളതാണ്. അതുങ്ങളായിട്ട് കിടക്കാൻ പറ്റൂല. അത് കിടന്നു കഴിഞ്ഞാൽ മറിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതുങ്ങൾ അതിൻ്റെ കൂടെ പോകും. അവരിപ്പം കിടക്കുന്നതുകൊണ്ട് ആ സൈഡാണ്. ഇതുകൊണ്ട് അവിടെയാണ് കിടക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറുന്നതിന് തന്നെ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇതിൻ്റെ അടിവശമൊക്കെ പൂർണ്ണമായി കടലെടുത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ വീട്ടിൻ്റെ അകത്ത് ഇപ്പോഴും ആൾ താമസമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി പോലും ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് ഒരു 2 പെൺകുട്ടികളും ഒരു അമ്മയുമാണ് ഈ ഒരു വീട്ടിൽ അവർ താമസിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർ ഈ വീടിന് സമീപത്ത്, അതായത് പൂർണ്ണമായി വീട് കടലെടുത്തതോടുകൂടി അവർ ഏത് നിമിഷവും ഈ വീട് കടലിൻ്റെ അകത്തേക്ക് കടൽ പൂർണ്ണമായി എടുക്കാം ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ തൊട്ട് സമീപത്തായി വീടിന്റെ പുറകുവശത്തുള്ള ഒരു താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഷെഡിലാണ് ഈ അമ്മയും 2 പെൺമക്കളും ഇപ്പോൾ താമസിക്കുന്നത്. അവർ എന്തായാലും ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്. അവർ താമസിക്കുന്ന ഈ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ്, പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും അവർ അവിടെ തന്നെ തുടരാനാണോ തീരുമാനം? ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ അവസ്ഥ മാത്രമല്ല സന്ധ്യ, ഇത് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വലിയതുറ, കൊച്ചുതോപ്പ്, ഈ ശംഖുമുഖം ഭാഗങ്ങളിലേക്ക്, അവിടെ നിന്ന് നമ്മൾ വെട്ടുകാട്, കണ്ണാന്തുറ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏത് നിമിഷവും കടൽ പൂർണ്ണമായി എടുക്കാമെന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് പലരും പേടിച്ചാണ്. കാരണം നമുക്കറിയാം ഈ പകൽ സമയത്ത് പോലും നമുക്ക് ഇവിടെ നിൽക്കുന്നതിന് വേണ്ടി പേടിച്ചാണ് നമ്മളിവിടെ നിൽക്കുക. അപ്പോൾ രാത്രികാലത്തെ അനുഭവം എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം രാത്രിയാവുന്നതോടുകൂടി ഈ തിരകളെന്ന് പറയുന്നത് വീണ്ടും ശക്തമാകും. കടൽ പൂർണ്ണമായി വലിയ തിരമാലകൾ വീടിൻ്റെ അകത്തേക്ക് പോലും വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, ഇത്
ഈ കടൽക്ഷോഭം ഇപ്പോൾ മഴയും കൂടി കനത്തതോടെ കടൽക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നതിന് പേടിയില്ലേ? നല്ല പേടിയുണ്ട്. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. നമ്മൾ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും നമ്മൾ പോയി കിടന്ന കൊച്ചു പിള്ളേരോട്ട് ഇവിടെ ഇങ്ങനെ കിടക്കാൻ നമ്മൾ മനസ്സിലാകാൻ പറ്റില്ല. എങ്ങനെ കിടക്കാൻ പറ്റില്ല? നമുക്കൊരു സാധനം എടുക്കാൻ പറ്റൂല. ഇതിനകത്ത് ഒരു സാധനം എടുക്കാൻ പറ്റും. എടുക്കണമെങ്കിൽ കാമൗണ്ട് പൊളിക്കണം. കാമൗണ്ട് പൊളിച്ചേ കൊണ്ടുപോയി ഇവിടെ ഇതിലെ കയറിപ്പോൾ എടുക്കാൻ പേടിയാണ്. അങ്ങോട്ട് മറിഞ്ഞു പോകും. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് വീടുകളുണ്ടല്ലോ ഇതേ പ്രദേശം. ഈ ലൈന് ഒരുപാട് എല്ലാം പോയി അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് ആരും കൂടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ വന്നു ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നു ഇതേ അവസ്ഥയിൽ? ഈ ലെവലിൽ ഒരുപാട് ശരിക്കും ഈ ലെവലെല്ലാം വീട് തന്നെയായിരുന്നു. ഇതെല്ലാം പോയതാണ്. ഈ പൊളിഞ്ഞെടുക്കുന്നതെല്ലാം വീടാണ്. ഇതൊക്കെ വലിയ ഇതിനൊക്കെ വീട് വയ്ക്കണമെങ്കിൽ നമ്മളൊക്കെ നമ്മളെ അച്ഛന്മാരും ചേട്ടന്മാരും നമ്മളെ ചേച്ചിമാരും രണ്ടാമതൊരു ജന്മം ജനിക്കണം. ഇതിനൊക്കെ വീട് വയ്ക്കണമെങ്കിൽ അന്നൊക്കെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വീട് വയ്ക്കാം. ഇന്ന് 10 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു വീടൊന്നും വയ്ക്കാൻ പറ്റൂല. നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ഈ കടൽ കൊണ്ടും നമുക്ക് നടക്കൂല. ഇപ്പോൾ കടലിൽ നമ്മൾ പണിക്ക് പോകാനും പറ്റുന്നില്ല. കടൽ ഷോപ്പായി കിടക്കും. കാറ്റ് മഴ അതുകൊണ്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും പറയും. വാർത്തയിലും പറയുന്നു, എല്ലാവരും പറയുന്നത് നമ്മൾ പണിക്ക് പോകണമെന്ന് പറയും. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർ വിടൂല നമ്മളെ പണിക്ക്. അവർ പറഞ്ഞ് ഉള്ള കഞ്ഞി കുടിച്ച് കിടക്കാമെന്ന് പറയാൻ അവർ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സാറേ ഇപ്പോൾ ചേട്ടാ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ഇപ്പോൾ എടുക്കണമെങ്കിൽ ഈ കാമൗണ്ട് പൊളിക്കണം. പൊളിച്ചാലേ ഇവിടെ സാധനം ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിലേ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയാൽ അവിടെ പൊളിയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡേഞ്ചറാണ്. ഇത്ര വെയിറ്റ് താന്നാണ് അവിടെ നിൽക്കുന്നത്. അവിടെ മണലില്ല, അടിയിലോട്ട് മണലില്ല. ഈ വീട് 2 ദിവസം കഴിഞ്ഞാൽ ഇത് പോകും. ഇപ്പം നിങ്ങൾ അമ്മ കണ്ടല്ലോ, ഈ 2 പിള്ളേർ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ് പഠിക്കുന്നത്. അതുങ്ങൾ അവിടെ നിന്നാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അവിടെ ഞാനത് ഡ്രസ്സ് ചെയ്യുന്നതും പിടിക്കുന്നത് എല്ലാം അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്താൽ പിള്ളേർ പോകുമ്പോഴേ അതുങ്ങൾ എന്തൊരു നാണക്കിടയ്ക്ക് അവിടെ നിന്ന് ആൾക്കാർ മുകളിലിരിക്കുക, അവിടെ ഇവിടെ പിള്ളേരെ കൊച്ചു പിള്ളേരാണ്. ഇത് ഇവർ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ആരും ഇതുവരെ എത്തില്ല. കാരണം ചേട്ടാ ഒരു പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് ഇതേ അവസ്ഥയല്ലേ ഇവിടെ? ഇതേ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ വീട് കിട്ടായില്ല. വാടകയ്ക്ക് വേറെ വീട് കിട്ടായില്ല. അവർ പിന്നെ അവരെ സാമ്പത്തികം ഇതുകൊണ്ടോ അങ്ങനെ വന്ന് കിടക്കുന്നു പിടിക്കുന്നു. ഇനി കിടക്കാനും പറ്റൂല. ഏത് സമയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മറിഞ്ഞു പോകും. സന്ധ്യ, ഈ ഒരു പ്രദേശത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗ്ഗമെന്ന് പറയുന്നത് മത്സ്യബന്ധനം മാത്രമാണ്. ഈ മഴ കൂടി ശക്തമായതോടുകൂടെ ഇവർക്ക് കടലിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ സ്വന്തം ജീവൻ പണി വെച്ച് കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് അത് വിറ്റുണ്ടാക്കിയ പൈസ കൊണ്ടാണ്, അതായത് ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആയുസ് കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ ഈ കാണുന്നത് പോലെയുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ വീടുകളുടെ വല്ലാത്ത ദുരവസ്ഥയാണ്. തിരുവനന്തപുരത്തെ തീരമേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെ വീട് കടലെടുത്ത് പോകുന്ന അംഗൻവാടികൾ ഉൾപ്പെടെ ഇപ്പോൾ കാണുന്നൊരു കെട്ടിടം, അത് നേരത്തെ അംഗൻവാടിയായിരുന്നു. പെരുമാതുറയിൽ അല്പം മുമ്പ് നമ്മൾ വലിയൊരു ഷീറ്റ് മേൽക്കൂര താഴെ വീണ ദൃശ്യം കണ്ടിരുന്നു. അതിന് സമീപത്തും ഇതുപോലെ ഒരു സൈഡിൽ കായൽ ഒരു സൈഡിൽ കടൽ എന്നാണ് പെരുമാതുറയിലെ അവസ്ഥ. അവിടെയും അന്ന് കുട്ടികൾ ആർത്തുല്ലസിച്ച് പഠിച്ച കടൽക്കരയിലെ മനോഹരമായ അംഗൻവാടി അതും കടലെടുത്ത് പോയ സ്ഥിതിയാണ് ഇപ്പോൾ സമീപ വർഷങ്ങളിൽ. അങ്ങനെ വീട് മാത്രമല്ല, അംഗൻവാടി ഉൾപ്പെടെ പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെ കടലെടുത്ത് പോകുന്ന സ്ഥിതി തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായുണ്ട്. നോക്കുക, കടൽത്തിര വന്നടിക്കുന്നതിന് ഉള്ളിൽ കടലിൽ തന്നെ ഇപ്പോൾ കടൽ എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് തന്നെയാണ് പഴയ വീടുകളും അംഗൻവാടികളും ഒക്കെ ഉള്ളത്. അത്രമേൽ ഗൗരവതരമായ സാഹചര്യമാണ് നമ്മുടെ തീരമേഖലയിൽ തിരുവനന്തപുരത്ത് ഉള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ജിബിനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.